أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدنا ذكرا من أعرض عنه فإنه يحمل يوم القيامة وزرا خالدين فيه وساء لهم يوم القيامة حملا يوم ينفخ في الصور ونحشر المجرمين يومئذ زرقا يتخافتون بينهم إن لبثتم إلا عشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما സ്വദഖല്ലാഹുൽ അളീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ത്വാഹയുടെ 99 മുതൽ 104 കൂടി 6 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدنا ذكرا. كذلك അപ്രകാരം നഖുസ്സു അലൈക നാം നിനക്ക് വിവരിച്ചു തരുന്നു മിൻ അംബാഇ മാ ഖദ് സബഖ മുൻ കഴിഞ്ഞു പോയ ആളുകളുടെ വൃത്താന്തങ്ങൾ, മുൻ കഴിഞ്ഞു പോയ ആളുകളുടെ സംഭവങ്ങൾ നാം നിനക്ക് പറഞ്ഞു തരുന്നു, ഉദ്ധരിച്ചു തരുന്നു. വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റ, തീർച്ചയായും താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു നമ്മുടെ അടുക്കൽ നിന്ന് ഒരു ഉത്ബോധനം, ദിക്ർ, ഉത്ബോധനം നാം നൽകുകയും ചെയ്തിരിക്കുന്നു. മൻ അഅറള അൻഹു, അതിൽ നിന്ന്, ആ ഉത്ബോധനത്തിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു കളയുന്നുവോ ഫൈന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി, തീർച്ചയായും അവന് ഖിയാമത്ത് നാളിൽ വഹിക്കും വിസ്റ, ഭയങ്കരമായ ഭാരം. ഖിയാമത്ത് നാളിലെ ആൾ വലിയ ഭാരം ചുമക്കേണ്ടി വരും. ഖാലിദീന ഫിഹി, അതിലവർ ശാശ്വതരമായിരിക്കും, എന്നെന്നും വസിക്കുന്നവരായിരിക്കും അവർ അതിൽ. വസാഅ ലഹും യൗമൽ ഖിയാമത്തി ഹിംല, ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ അവർ ചുമക്കുന്ന ഭാരം എത്ര മോശമായ ഭാരമാണ് അവരന്ന് ചുമക്കേണ്ടി വരിക. യൗമ യുൻഫഖു ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. യൗമ യുൻഫഖു ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. വനഹ്ശുറുൽ മുജ്രിമീന, പാപികളെ നാം ഒരുമിച്ച് കൂട്ടും. യൗമഇദിൻ, അന്നത്തെ ദിവസം. സുർഖ, നീല നിറത്തിലായിരിക്കും സത്യനിഷേധികളായ ആളുകളെ, പാപികളായ ആളുകളെ നാം അന്ന് ഒരുമിച്ച് കൂട്ടുക. യതഖാഫതൂന ബൈനഹും, അവർ അന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും. യതഖാഫതൂന ബൈനഹും, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇൻ ലബിസ്തും ഇല്ലാ അശ്റ, വെറും 10 ദിവസം മാത്രമാണല്ലോ നമ്മൾ താമസിച്ചിട്ടുള്ളത് ഭൂമിയിൽ എന്നവർ പറയും. 10 ദിവസം മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ താമസിച്ചത് എന്ന് അവർ പറയും. നഹ്നു അഅലമു ബിമാ യഖൂലൂന, അവർ പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് നന്നായി അറിയാം അവർ പറയുന്നതിനെ സംബന്ധിച്ച്. ഇത് യഖൂലു അംസലഹും തരീഖതൻ, അവരിൽ ഏറ്റവും ന്യായമായി സംസാരിക്കുന്നയാൾ അയാൾ പറയും, അഥവാ അയാൾ പറഞ്ഞ സന്ദർഭം, ഏറ്റവും ന്യായമായി സംസാരിക്കുന്ന ആൾ പറഞ്ഞ സന്ദർഭം. ഇൻ ലബിസ്തും ഇല്ലാ അശ്റ, നിങ്ങൾ വെറും 10 ദിവസം മാത്രമാണ് അവിടെ താമസിച്ചത് എന്നും. ഇൻ ലബിസ്തും ഇല്ലാ യൗമ, ഒരു ദിവസം മാത്രമാണ് നീ അവിടെ താമസിച്ചതെന്നാണ് അംസലുഹും ത്വരീഖത്ത്, ഏറ്റവും നന്നായി ന്യായം പറയുന്നയാൾ എന്ന് പറയുന്നയാൾ പറയുന്നത്. നീ ഒരു ദിവസം മാത്രമാണ് നമ്മൾ അവിടെ താമസിച്ചിട്ടുള്ളത് എന്നാണ്. ഇവിടെ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ കഥയും ഒക്കെ പറഞ്ഞു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറൗനുണ്ടായ അപജയം, ഫിറൗനുണ്ടായ നാശം
അതൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം അള്ളാഹു മുഴുവൻ മനുഷ്യരോടുമായി പറയുകയാണ്, കദാലിക നഖസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ. കഴിഞ്ഞുപോയ ആളുകളുടെ കഥകൾ, കഴിഞ്ഞുപോയ ആളുകളുടെ സംഭവ കഥകൾ നാം നിനക്ക് വിശദീകരിച്ച് തരികയാണ്. വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റ, നമ്മുടെ അടുക്കൽ നിന്നുള്ള ഉത്ബോധനം നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മുൻകഴിഞ്ഞ ഈ പ്രവാചകൻ മാത്രമല്ല, ഒരുപാട് പ്രവാചകന്മാർ അവരുടെ അനുചരന്മാർക്ക് ഉണ്ടായിട്ടുള്ള അപജയം, അതിൻ്റെ പേരിൽ അവർ പ്രവാചകന്മാരോട് തട്ടിക്കയറിയത്, പ്രവാചകന്മാരെ കൊല്ലാൻ ശ്രമിച്ചത്, അവസാനം അള്ളാഹു അവരിലേക്ക് ശിക്ഷ ഇറക്കിയത്, അവരെ ശിക്ഷയിൽ അള്ളാഹു സമന്മാരാക്കിയതൊക്കെ അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതാണ് അള്ളാഹു ഉത്ബോധനം എന്ന രൂപത്തിൽ ഇങ്ങനെ നിങ്ങൾക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന്, ഇഹപര പരാജയങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇവരുടെ കഥകൾ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറയണം, മൻ അറദാനഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ. ഇനി ഇതിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, ഈ ഉത്ബോധനം ശ്രവിക്കാതെ, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ ആരെങ്കിലും തിരിഞ്ഞു കളയുകയാണെങ്കിൽ അവന് അന്ത്യനാളിൽ വലിയ ഭാരം ചുമക്കേണ്ടി വരും. അവൻ അള്ളാഹു വിടൂല, വലിയ ഭാരം അവനുണ്ടാകും. ഖാലിദിന ഫീഹി, അതിലവർ ശാശ്വതരമായിരിക്കും. അഥവാ പരലോകത്ത് കിട്ടുന്ന ശിക്ഷ ഒരിക്കലും അവരിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയില്ല. വസാ അലഹും യൗമൽ ഖിയാമത്തി ഹിംല, എത്ര മോശമായ ഭാരമാണ് ഖിയാമത്ത് നാളിൽ അവർ വഹിക്കാൻ പോകുന്നത്. അവരിവിടെ നിന്ന് ചെയ്തിട്ടുള്ള എല്ലാ തീയതായ പ്രവർത്തനങ്ങളുടെയും പാപഭാരം അത് അവരെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹിപ്പിക്കുക തന്നെ ചെയ്യും. അത് വളരെ മോശമായിരിക്കുമെന്ന് കൂടി അള്ളാഹു വിശദമാക്കി തരാണ്. യൗമ യുൻഫഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖ, പരലോകത്ത് ഈ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീല നിറത്തിലാണ് തരുന്നത്. അത് പല നിലക്കും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞത് ആദ്യം നല്ല കാഴ്ചയുള്ള ആൾക്കാരാണെങ്കിലും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അവരന്ധരാക്കപ്പെടുന്നതാണ്. ഈ സുർഖ എന്ന് പറയുന്ന പദം അത് മോശമായ ഒരു രൂപത്തിലുള്ള അവസ്ഥക്കാണ് പറയാന്നുള്ളത്. കണ്ണ് കാണാത്ത ആളുകൾക്ക്, കാഴ്ചശക്തി മങ്ങിയ ആളുകൾക്ക് ഒക്കെ അറബിയിൽ പറയുന്ന പേരാണ് സുർഖ എന്ന്. അതിനോട് ഇവിടെ ഉപയോഗിച്ചത് അവർക്ക് കാഴ്ച ഇല്ലാതാവും. മറ്റൊരു നിരക്ക് പറയുന്നത് അവർക്ക് കൃത്യത ഇല്ലാതെയായി പോകുന്ന, ഇവിടെ നിന്നുണ്ടായിരുന്ന കൃത്യത അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഏതായാലും അവിടെ എത്തുമ്പോൾ നിറമങ്ങുന്ന ഒരവസ്ഥയായിരിക്കും ഈ പറയുന്ന വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് പരലോകത്ത് സംഭവിക്കുക എന്നുള്ളതാണ്. യതഹാഫത്തുന ബൈനഹും, അവരന്യോന്യം പതുക്കെ പറയാൻ തുടങ്ങും. മെല്ലെ മെല്ലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇല്ലബിസ്തും ഇല്ല ആശറ, നിങ്ങൾ 10 ദിവസമല്ലേ ഈ ലോകത്ത് താമസിച്ചുള്ളൂ, 10 ദിവസമല്ലേ താമസിച്ചുള്ളൂ എന്നവർ പറയും. അത് ആ കൃത്യത, അവർ 50-60 കൊല്ലം താമസിച്ചിട്ടുണ്ടാവും. പക്ഷെ അത്ര കൃത്യത അവർക്ക് നഷ്ടപ്പെടുകയാണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. മറ്റു ചിലർ പറയുന്നത് പരലോകത്തെ ശിക്ഷയുടെ ആഴവും പരപ്പും വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്ത് ജീവിച്ചത് തീരെ ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ടാണ് അംസലഹും തരീഖ, ഏറ്റവും നല്ല ന്യായം പറയുന്നയാൾ എന്ന രൂപത്തിലുള്ള മനുഷ്യൻ, അയാൾ പറയുന്നത് ഇല്ല ബിസ്തും ഇല്ല യൗമ, ഒരു ദിവസം മാത്രമേ നിങ്ങൾ ജീവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഖുർആൻ തന്നെ പറയുന്നു, നഹ്നു അഅലമു ബിമാ യഖൂലൂന, അവർ പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് നന്നായി അറിയാം. ഇത് യഖൂലൂന അംസലഹും തരീഖ, അവരിൽ അംസലഹും തരീഖത്തായിട്ട് നല്ല ന്യായം പറയുന്ന അയാൾ വരെ പറയുന്നത് ഇല്ല ബിസ്മില്ല യൗമ, ഒരു ദിവസമാണ് നിങ്ങളവിടെ താമസിച്ചത് എന്നാണ്. അതായത് അവിടെ നരകത്തിലുള്ള അല്ലെങ്കിൽ പരലോകത്തുള്ള ആ ശിക്ഷയും കാര്യങ്ങളും കാണുമ്പോൾ ഈ ലോകത്തെ അവർ നിന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് തോന്നും. വളരെ കുറച്ചേ ഞങ്ങൾ നിന്നിട്ടുള്ളൂ. കാരണം പരലോകത്തൊരു ദിവസമാണ് കാന ബെഹദാറു അൽഫസനത്തി മിമ്മാ തഴുതുന്ന, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 കൊല്ലത്തിന് സമമാണ് പരലോകത്തൊരു ദിവസം എന്ന്. 1000 കൊല്ലത്തിന് സമമാണ് ഒരു ദിവസമെങ്കിൽ 60 കൊല്ലോ 70 കൊല്ലോ ഇവിടെ താമസിച്ച ആളെ സംബന്ധിച്ചിടത്തോളം എത്ര ഉണ്ടാവുക?
അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഇത്രയൊക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഇവിടെ താമസിച്ച മൊത്തം സംഗതി കൂടി എടുത്തു നോക്കിയാൽ വളരെ കുറച്ച് മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഒരു കാഴ്ച മന്ദീഭവിച്ചതാവാം, ശക്തമായ ദാഹം കൊണ്ട് കണ്ട് ഇരുട്ട് കയറിയതാവാം. അതേപോലെ തന്നെ അവരെ സംസാരത്തിനെ പറ്റി പറഞ്ഞു. യഥഹാഫത്തൂന ബൈനഹും, അവർ മെല്ലെ സംസാരിക്കുന്നു. അതായത് പതുക്കെ ആയിരിക്കും അവരവിടുന്ന് സംസാരിക്കുന്നത്. ഹൃദയത്തിൽ നിറഞ്ഞ ഭയവും അതേപോലെ തന്നെ പരിഭ്രാന്തി ഉണ്ടാകുമ്പോൾ അവരുടെ സംസാരം പോലും പതുക്കെ ആയി പോകുന്ന, ശബ്ദം ഉയർത്താൻ കഴിയാതെ വരും. പരലോകത്തിലെ ആളെ സംബന്ധിച്ചിടത്തോളം മെല്ലെ മെല്ലെ അവർക്ക് പറയാൻ സാധിക്കുള്ളൂ. അതേപോലെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടിയ ആ സമയത്ത് ഭീതിതമായ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഭൗതിക ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മകൾക്ക് ക്ഷയം സംഭവിച്ചതും ആകാം എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പരലോകത്തോട് തുലനം ചെയ്യുമ്പോൾ വല്ലാതെ കുറഞ്ഞതായി അവർക്ക് തോന്നുകയും ചെയ്യും. ഏതായാലും ശാശ്വതമായ നരകമാണ് പരലോകത്ത് അത്തരക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണർന്ന് ചിന്തിക്കുകയും അത്തരം അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കുകയും തിരുത്താൻ ഇനി സന്ദർഭം ഉണ്ടാവുകയില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നാം തയ്യാറാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.